നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്ര ദർശനം നടത്തേണ്ട വിധങ്ങൾ ഏവ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിധിപ്രകാരം പാലിച്ചുകൊണ്ടും ശരീരവും മനസ്സും ശുദ്ധി കൈവരിച്ചുകൊണ്ടും വേണം ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ക്ഷേത്രങ്ങൾ, ആശ്രമങ്ങൾ, മറ്റ് പുണ്യസങ്കേതങ്ങൾ എന്നിവിടങ്ങളിൽ ആരും ക്ഷണിക്കാതെ തന്നെ പോകണം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്. അർച്ചനയ്ക്കു വേണ്ടി കുറച്ച് പുഷ്പങ്ങളോ വിളക്കിനു വേണ്ടി എണ്ണയോ നെയ്യോ ഭണ്ഡാരത്തിലിടുവാൻ കുറച്ച് പണമോ കൈവശം വയ്ക്കേണ്ടതാണ്. കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചു വേണം ക്ഷേത്രദർശനം നടത്താൻ. കഴിയുന്നതും ക്ഷേത്രകുളത്തിലോ തീർത്ഥഘട്ടങ്ങളിലോ മുങ്ങിക്കുളിക്കുകയാണ് വളരെ ഉത്തമം. എണ്ണ, തൈലം തുടങ്ങിയവ ഉപയോഗിച്ചുള്ള തേച്ചുകുളി പാടില്ല. ചെരുപ്പ് ധരിച്ചുകൊണ്ടും തലയ്ക്കെട്ട് കെട്ടിക്കൊണ്ടും കുട പിടിച്ചുകൊണ്ടും വിശറി പിടിച്ചുകൊണ്ടും എണ്ണ, തൈലം തുടങ്ങിയവ തലയിൽ തേച്ചുകൊണ്ടും ക്ഷേത്രദർശനം നടത്താൻ പാടുള്ളതല്ല. വസ്ത്രങ്ങൾ കഴിയുന്നതും ശുഭ്രവും കഴുകി ഉണക്കിയതും ആയിരിക്കണം. തലേന്ന് ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. പുരുഷന്മാർ മേൽമുണ്ട് അരിയിൽ കെട്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. ഷർട്ട് പകുതി ഊരി ക്ഷേത്രദർശനം നടത്തുന്ന രീതി ഒഴിവാക്കേണ്ടതുണ്ട്. സ്ത്രീകൾ മുഖവും ശിരസ്സും മറയാതെ വേണം വസ്ത്രം ധരിക്കേണ്ടത്. കുട്ടികളെ ക്ഷേത്രദർശനത്തിന് കൊണ്ടുപോകുമ്പോൾ അവർ ക്ഷേത്രത്തിൽ വെച്ച് മലമൂത്ര വിസർജനം നടത്താതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചാൽ സ്വന്തം ചെലവിൽ പുണ്യാഹം നടത്തുക. അതുപോലെ മുറുക്കുക, പുകവലിക്കുക, നഖം, മുടി, രക്തം, തുപ്പൽ തുടങ്ങിയവ ക്ഷേത്രസന്നിധിയിൽ വീഴാൻ ഇടയാകുക എന്നിവയും അശുദ്ധീകരണങ്ങളാണ്. സ്ത്രീകൾ ആർത്തവത്തിന് 7 ദിവസമാണ് അശുദ്ധിയായി കരുതേണ്ടത്. 7 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ ക്ഷേത്രദർശനം പാടുള്ളൂ. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് 10 ദിവസം കഴിഞ്ഞാകുന്നതാണ് വളരെ ഉത്തമം. പുല, വാലായ്മ തുടങ്ങിയ അശുദ്ധീകരണങ്ങളിലും ക്ഷേത്രദർശനം വിലക്കിയിട്ടുണ്ട്. ബന്ധുക്കൾ മരിച്ചാൽ 16 ദിവസം കഴിഞ്ഞ ശേഷം മാത്രം ക്ഷേത്രദർശനം പാടുള്ളൂ. പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും കുഞ്ഞിൻ്റെ ചോറൂണിനോ അത് കഴിഞ്ഞ ശേഷമോ ക്ഷേത്രദർശനം നടത്താം. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും പാദരക്ഷകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാകുന്നു. പ്രസാദം, നിവേദിച്ച വസ്തുക്കൾ ഇല്ല തുടങ്ങി